എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. ഇന്ന് നമുക്ക് കൊടുക്കാനുള്ള ഇതായി പുതിയ വീടാണ് കേട്ടോ. 4.25 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് വീടും. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പത്തിരിപ്പാല ടൗണിൻ്റെ അടുത്താണ് കേട്ടോ. ഹൈവേയിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ. 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, പിന്നെ 2 ബെഡ്റൂമും അതിൻ്റെ നടുവിലായിട്ടൊരു കോമൺ ബാത്റൂമും. ഈ ഭാഗത്ത് ഒരു കാർ പോർച്ച് ഉണ്ട്. വെള്ള സൗകര്യത്തിന് നിലവിൽ ബോർവെല്ലാണ് കേട്ടോ അതിലുള്ളത്. ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. പാല് കാച്ചാത്ത ഫ്രഷ് വീടാണ്. താഴെ ഒരു ബെഡ്റൂമും പിന്നെ മുകളിൽ 2 ബെഡ്റൂമും. മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ആദ്യം തന്നെ നല്ലൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. ലിവിങ് സ്പേസ് ആണിത്. ഈ ലിവിങ് സ്പേസിൻ്റെ ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂമും വലത് ഭാഗത്ത് ഇതായി കാണുന്ന ഭാഗത്ത് അടുക്കളയാണ് ഇതിൻ്റെ. താഴെയുള്ള ഒരു ബെഡ്റൂം മാത്രമാണ് അറ്റാച്ച്ഡ്. പിന്നെ മുകളിൽ 2 ബെഡ്റൂമുണ്ട്. അതിൻ്റെ നടുവിലായിട്ടൊരു കോമൺ ബാത്റൂമും. അങ്ങനെയാണ് ഈ വീടിൻ്റെ സെറ്റിങ്സ് കേട്ടോ. ഇതാണ് താഴത്തുള്ള ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് കേട്ടോ. വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂം പിന്നെ അറ്റാച്ച്ഡാണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. ഇതാണ് ഇതിലെ ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റ്, അതുപോലെ വാഷ് ബേസിൻ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി. ഇതിൻ്റെ ലെഫ്റ്റാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡാണ് വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്ത് ഇനി വേണമെങ്കിൽ കബോർഡൊക്കെ വെച്ച് സ്റ്റോറേജൊക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അവിടെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് നേരെ പോണത് അടുക്കളയിലേക്കാണ്. ഇതാണിപ്പോൾ നമ്മളെ ലിവിങ് ഏരിയ. അതിൻ്റെ തൊട്ട് അടുക്കള. അടുക്കളയിൽ കബോർഡ് വർക്കും അടിയിലെ സ്ലാബിൻ്റെ അടിയിലത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സിങ്ക്, പിന്നെ ഇവിടെയൊക്കെ ഷെൽഫുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പത്തിരിപ്പാല ടൗണിനടുത്ത് നല്ലൊരു വീടൊക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല സൂപ്പർ വീടാട്ടത്. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള എൻട്രൻസ് ആണിത് കേട്ടോ. ഇവിടുന്ന് ഇതാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച. തൊട്ടൊക്കെ നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. മുറ്റത്ത് കുറച്ച് പുല്ല് മുളച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അത്രേ ഉള്ളൂ പണി. നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിലെത്തി. ഇവിടുന്ന് സ്റ്റെയർ കേസ് കയറി മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കണ്ടില്ലേ. കൈവരിയൊക്കെ നല്ല സ്റ്റീലിൻ്റെ വർക്കാട്ടോ. ഇതൊരു ബെഡ്റൂം, പിന്നെ നേരെ കാണുന്ന അതും ഒരു ബെഡ്റൂം. അങ്ങനെ മുകളിൽ 2 ബെഡ്റൂമാണ് കേട്ടോ. ഈ 2 ബെഡ്റൂമിൻ്റെ നടുവിലായിട്ടാണ് കോമൺ ആയിട്ടൊരു ബാത്റൂമും. ഈ ബെഡ്റൂമാണ് മുകളിലുള്ള ഒരു ബെഡ്റൂം കേട്ടോ. ഇതും താഴത്തെ ബെഡ്റൂമുമാർ അതേ വലിപ്പം തന്നെയാണ് കേട്ടോ. ബാത്ത് അറ്റാച്ച്ഡ് അല്ല എന്ന് മാത്രം. ഈ ബെഡ്റൂം ഇറങ്ങിയ തൊട്ട് തന്നെയാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ബാത്റൂമുണ്ടോ. ഇതാണ് കോമൺ ബാത്റൂം. അതും താഴത്തെ പോലെ വാഷ് ബേസിന്, യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ നല്ല ഭംഗിയിലുള്ള ബാത്റൂമാണ് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാ സ്റ്റെയർ കേസ് കയറി നേരെ വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതും അതേ വലിപ്പം തന്നെയാണ്. പക്ഷേ ഈ ബെഡ്റൂമിൽ ബാൽക്കണി, ഓപ്പൺ ടെറസ് ഉണ്ട് എന്ന് മാത്രം. ഈ വീടിനും സ്ഥലത്തിനും കൂടി ഇതിൻ്റെ ഓണർ വില പറയുന്നത് 42 ലക്ഷം രൂപയാണ് കേട്ടോ. ഇതാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള ഡോറ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഡോറ് തുറന്നിട്ടില്ല, അത് കാരണം കാണിക്കുകയാണ് ഇങ്ങനെ. ആവശ്യമുള്ളവർ വിളിച്ചോളൂ. 42 ലക്ഷം രൂപയാണ്. പത്തിരിപ്പാല ടൗണിനടുത്ത് സൂപ്പറായിട്ടുള്ളൊരു വീട്. 3 ബെഡ്റൂമുണ്ട്. മെയിൻ റോഡിൽ നിന്ന് വലിയ ദൂരമല്ല, നടക്കാവുന്ന ദൂരമുള്ളൂ. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.